വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വിശദമായിട്ട് കാര്യങ്ങൾ അർജുൻ വസുമതിയോട് പറയുകയാണ്. സ്വർണം മോഷ്ടിച്ച കേസിൽ ശാരദാമ്മയെ പിടിച്ചതും പിന്നീട് വിഷ്ണു ഇറങ്ങിപ്പോയതും ഒക്കെ പറയുമ്പോൾ വസുമതി അങ്ങ് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, നീയൊക്കെ ഇവിടെ ഉണ്ടായിട്ടും മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് നടന്നതെന്ന് പറഞ്ഞ് വസുമതി അങ്ങ് താഴേക്ക് പോകാൻ തുടങ്ങിയാണ്. അന്നേരം അർജുൻ ആദ്യം കൈ കയറി പിടിക്കുന്നുണ്ട്. അമ്മ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. അന്നേരം നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ന് മാത്രം അറിഞ്ഞാൽ മതി. പിന്നെ നീ എൻ്റെ അച്ഛനാകരുത്, താഴെ നടക്കുന്ന കാര്യങ്ങൾ നീ കണ്ടറിഞ്ഞാൽ മതി എന്ന ഒരു വാശിയോടുകൂടി വസുമതി പറഞ്ഞിട്ട് ആ ഒരു ദേഷ്യത്തോടു കൂടി വസുമതി താഴേക്ക് ഇറങ്ങി വരികയാണ് സത്യഭാമയുടെ അടുത്തേക്ക്. ഇതേസമയം താഴെ സത്യഭാമയാണെങ്കിൽ അവൾ ഇത്രയും നേരം അവിടെ എന്ത് ചെയ്യുക എന്നും പറഞ്ഞ് മുകളിലോട്ടൊക്കെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അന്നേരം ഇത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്തവൾ ആവരുത് ഭാമയെന്നെ. വസുമതിക്ക് പകരം വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ, പ്രീതിക്ക് പകരം ഇപ്പോൾ അർജുൻ്റെ ഭാര്യ വേറെ ആരെങ്കിലും ആയേനെ എന്ന് പറയുന്നുണ്ട്. അന്നേരം അതിന് അവളെ ഞാൻ എന്നും പറഞ്ഞ് പറയാൻ തുടങ്ങുമ്പോൾ അവർ താഴേക്ക് ഇറങ്ങി വരികയാണ്, അർജുനും ചിത്രയും വസുമതിയും കൂടി. പക്ഷേ താഴേക്ക് വരുന്ന വസുമതിയാണെങ്കിൽ ആ ദേഷ്യമൊക്കെ അടങ്ങിയിട്ട് രാഘവൻ നായരോട് സംസാരിക്കുകയാണ്. രാഘവേട്ട, എനിക്കറിയാവുന്ന ഒരു ഡോക്ടറുണ്ട് മെഡിക്കൽ കോളേജിൽ, അദ്ദേഹം ചികിത്സിച്ചാൽ ചിലപ്പോൾ ഈ അസുഖം ഭേദമാകുമെന്ന്. അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട്, അബ്ദുൽ ഖാദർ ഡോക്ടർ കുറിച്ച് തന്ന മരുന്നൊക്കെയാണ് കൊടുക്കുന്നത്, കുറച്ച് സമയം എടുത്തിട്ടായാലും ഭേദമാകും എന്ന് തന്നെയാണ് പറയുന്നതെന്ന്. അന്നേരം വസുമതി പറയുകയാണ്, അതിന് അബ്ദുൽ ഖാദർ ഡോക്ടർ ന്യൂറോളജി അല്ലേ, ഞാൻ പറഞ്ഞത് സൈക്കാട്രിസ്റ്റിൻ്റെ കാര്യമാണെന്ന്. അന്നേരം അതിനിപ്പോൾ പ്രീതിക്ക് മാനസിക പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, അതിനിപ്പോൾ ചികിത്സ വേണ്ടല്ലോ എന്ന് രാഘവൻ നായർ തിരികെ ചോദിക്കുകയാണ്. ഒന്നും മനസ്സിലാകാതെ അർജുനും ചിത്രയും സത്യഭാമ ഇങ്ങനെ നോക്കുമ്പോൾ വസുമതി പറയുകയാണ്, അതിന് പ്രീതിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് ഈ നിങ്ങളുടെ ഭാര്യയുടെ കാര്യമാണ് പറഞ്ഞതെന്ന് പറഞ്ഞ് സത്യഭാമയ്ക്ക് നേരെ കൈ ചൂണ്ടുകയാണ്. അന്നേരം എന്ത് പറഞ്ഞടി എന്നും പറഞ്ഞ് സത്യഭാമ ചാടിയങ്ങ് എഴുന്നേൽക്കുകയാണ്. തുടർന്ന് വസുമതി വീണ്ടും പറയുന്നുണ്ട്, മുമ്പൊരിക്കൽ ഭ്രാന്തിന് ചികിത്സിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, വീണ്ടും ഇളകാതിരിക്കാൻ വേണ്ടിയല്ലേ രാഘവേട്ട നിങ്ങൾ ഈ കസേരയിൽ ധൃതരാഷ്ട്രയെ പോലെ ഇരിക്കുന്നത്, പക്ഷേ ഇളകി കഴിഞ്ഞു, ആകെ മൊത്തം ഇളകി നാശമാകെ ഇരിക്കുകയാണെന്ന് പറയുമ്പോൾ എന്തു പറഞ്ഞടി നീ എന്നും പറഞ്ഞ് വസുമതിയെ അടിക്കാനായിട്ട് സത്യഭാമ ഇങ്ങനെ കൈ ഓങ്ങുകയാണ്. അന്നേരം അമ്മയെന്ന് അർജുൻ വിളിക്കുന്നുണ്ട്, ഭാമയെന്ന് രാഘവനേരം വിളിക്കുമ്പോൾ സത്യഭാമ അടിക്കുന്നില്ല. തുടർന്ന് ഇങ്ങനെ ഒരു നോട്ടം നോക്കിയിട്ട് വസുമതി പറയുകയാണ്, കണ്ടില്ലേ ആൾക്കാരെ ആക്രമിക്കുന്ന ഘട്ടം വരെ എത്തി, ഇനിയിപ്പോൾ ചങ്ങലക്കിടുകയോ മുറിയിൽ പൂട്ടിയിടുകയോ ഒക്കെ ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ സത്യഭാമയങ്ങ് ഒരു നിമിഷം ചിന്തിക്കുകയാണ്. ഒരു മാനക്കേട് പോലെ ഭാമ പതിയെ കൈ അങ്ങ് താഴ്ത്തുകയാണ്. തുടർന്ന് ദേഷ്യത്തോടെ ഭാമ പറയുകയാണ്, ഇറങ്ങടി എൻ്റെ വീട്ടിൽ നിന്നെന്ന്. അന്നേരം പിന്നെ വിഷ്ണുവിനെയും ശാലിനിയെയും ഒരു കൈ കുഞ്ഞിനെയും ഒക്കെ തെരുവിലേക്ക് ഇറക്കി വിട്ട പുഴുത്ത നാളെ ഈ വീട്ടിൽ കയറി താമസിക്കാനൊന്നും അല്ല ഞാൻ വന്നത്. പിന്നെ നിനക്ക് ഹൃദയാഘാതം വന്നെന്ന് പറഞ്ഞ് കേട്ടല്ലോ, നിനക്ക് അങ്ങനെ ഒരു ഹൃദയമുണ്ടോ? സ്വന്തം മകൾ പ്രസവിച്ച കുഞ്ഞിനെ തെരുവിലേക്ക് ഇറക്കി വിട്ടിട്ട് നിനക്ക് എങ്ങനെ ഇവിടെ കിടന്ന് ഉറങ്ങാൻ സാധിക്കുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ സത്യഭാമയ്ക്ക് ഉത്തരമില്ലാതെ നിൽക്കുകയാണ്. തുടർന്ന് ഭാമ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടെന്ന് ഞാൻ തന്നെ തീരുമാനിക്കുമെന്ന് പറയുമ്പോൾ അത് നീ തന്നെ തീരുമാനിച്ചോ, ഭർത്താവ് പറഞ്ഞാൽ കേൾക്കാത്ത നീയാണോ ഇനി ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രാഘവൻ നായരും അങ്ങ് തലവനിച്ച് നിൽക്കുകയാണ്. തുടർന്ന് രാഘവൻ നായരോട് വസുമതി ചോദിക്കുകയാണ്, രാഘവേട്ടനെ നെഞ്ചത്ത് കൈവച്ച് പറയാമോ, വിഷ്ണുവിനെയും ശാലിനിയെയും പാറുമോളെയും ഇവിടെ നിന്ന് ഇറക്കി വിട്ടത് രാഘവേട്ടന് സമ്മതത്തോടെ, രാഘവേട്ടൻ്റെ മനസ്സ് കണ്ടിട്ടാണെന്ന് അങ്ങനെ പറയാമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം രാഘവൻ നായർക്ക് ഉത്തരമില്ല. പിന്നീട് വസുമതി ചോദിക്കുന്നുണ്ട്, എന്താ രാഘവേട്ട ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്, ഹൃദയാഘാതം വന്ന് ചാവുമെങ്കിൽ അങ്ങ് ചത്ത് തൊലയട്ടെ എന്ന് വിചാരിക്കണം, പിന്നെ ആ തിരുവ എന്തായാലും മൊഴിയില്ലല്ലോ. രാഘവനേരം മിണ്ടായിരിക്കുന്നത് കേട്ടിട്ടാണ് വസുമതി വീണ്ടും പറയുന്നത്, തിരുവ എന്തായാലും മൊഴിയില്ലെന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് എന്തിനാണ് നാവ് തന്നിരിക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭാമയെന്ന് വിളിക്കാനാണോ, നിങ്ങൾക്ക് നാണമില്ലേ എന്നൊക്കെ ചോദിച്ച് രാഘവൻ നായരോടും അങ്ങ് സംസാരിക്കുമ്പോൾ രാഘവൻ നായർക്ക് ഉത്തരവില്ല. തുടർന്ന് ഭാമ പറയുന്നുണ്ട്, അർജുൻ നീ നിൻ്റെ അമ്മയെയും കൂട്ടിക്കൊണ്ട് പോ, എനിക്ക് എന്താണ് ചെയ്യുക എന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഭാമയെ, നിനക്ക് മുഴുത്ത വട്ടാണെന്ന്, കൊണ്ടുപോയി ചികിത്സിക്കെന്ന് പറഞ്ഞ് വീണ്ടും വസുമതിയെ കണക്കിന് സത്യഭാമയ്ക്ക് കൊടുക്കുകയാണ്. അന്നേരം രാഘവൻ നായർക്ക് എതിർക്കാനായിട്ട് സാധിക്കുന്നില്ല. കാര്യങ്ങൾ തന്നെയാണ് അവിടെ വസുമതി പറയുന്നത്. തുടർന്ന് വീണ്ടും രാഘവൻ നായരോട് പറയുന്നു, രാഘവേട്ട നിങ്ങൾക്ക് നാവുണ്ട്, പക്ഷെ നിങ്ങൾ പറയേണ്ടതൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് കണ്ണുണ്ട് പക്ഷെ കാണേണ്ടതൊന്നും കാണുന്നില്ല, നിങ്ങൾക്ക് കാതുമുണ്ട് പക്ഷെ കേൾക്കേണ്ടതൊന്നും നിങ്ങൾ കേൾക്കുന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഒരു കഥാപാത്രമുണ്ട് പുരാണത്തിൽ, ധൃതരാഷ്ട്രർ എല്ലാം കൈവിട്ട് നഷ്ടമായി പോയിട്ടും ദ്രൗപദിയുടെ ശാപം കൊണ്ടാണ് ആ കൗരവകുലം മുഴുവനായിട്ട് മുടിച്ചത്, അതുപോലെ ഇവിടെയും നാശം സംഭവിക്കും എന്ന് പറഞ്ഞിട്ട് സത്യഭാമയോടായിട്ട് പറയുകയാണ്. ശാരദാമ്മ എന്ന് പറയുന്നത് മൂല്യമുള്ള ഒരു സ്ത്രീയാണ്, അവർ സ്വർണം മോഷ്ടിച്ചത്രേ, നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും അത് പറയുമോ, അവരുടെ തൂക്കത്തേക്കാൾ മൂല്യമുണ്ട് അവർ കാത്തു സൂക്ഷിക്കുന്ന ആദർശങ്ങൾക്കും പെരുമാറ്റ രീതികൾക്കും ഒക്കെ
അങ്ങനെ ഒരു സ്ത്രീയുടെ കണ്ണുനീര് വീണാൽ എത്ര പാറപ്പുറത്ത് കെട്ടിപ്പണിത കൊട്ടാരമാണെങ്കിലും അവരുടെ ആ കണ്ണുനീരിൽ കുത്തി ഒലിച്ചു പോകും നിങ്ങളുടെ ഈ കൊട്ടാരമൊക്കെ, സൂക്ഷിച്ചോ എന്ന് പറഞ്ഞിട്ട് ആ ചിത്രയെന്നും പറഞ്ഞ് ചിത്രയും വിളിച്ചുകൊണ്ട് വസുമതി അവിടെ നിന്ന് പോവുകയാണ്. അന്നേരം സത്യഭാമയ്ക്കാണെങ്കിൽ ഒരു മറുപടിയും ഇല്ല. സത്യഭാമ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. പോകാൻ നേരം ഭാമയുടെ മുഖത്ത് നോക്കിയിട്ട് കഷ്ടം തന്നെയെന്ന് ചിത്രയും പറയുന്നുണ്ട്. അന്നേരം ആകെ അങ്ങ് അപമാനിതയായിട്ട് സത്യഭാമ നിൽക്കുകയാണ്. തുടർന്ന് രാഘവൻ നായരും പറയുന്നുണ്ട്, സത്യമാണ് ഭാമയെ വസുമതി പറഞ്ഞത്. സത്യവും നീതിയും ധർമ്മവും ഒക്കെ കണ്ണടയ്ക്കുമ്പോൾ അവസാനം യുദ്ധവും ചോരയും കണ്ണുനീരും മാത്രമാണ് ബാക്കിയാവുന്നതെന്ന്. പക്ഷെ അവിടെയും ഭാമ ഉത്തരം പറയാതെ അങ്ങ് റൂമിലേക്ക് പോകുന്നുണ്ട്. തുടർന്ന് മുറ്റത്തേക്ക് അമ്മയെന്നും പറഞ്ഞ് അർജുൻ അവരുടെ പുറകെ ചെല്ലുന്നുണ്ട്. അന്നേരം എന്താടാന്ന് ചോദിച്ചിട്ട് പറയുന്നുണ്ട്, ഭാര്യയെ കാണാനായിട്ട് നിനക്കിവിടെ വരാം, ഇവിടെ താമസിക്കാം, ഭക്ഷണം കഴിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ പിന്നീട് വസുമതിയുടെ വീട്ടിലേക്ക് വരുന്നത് കുളിച്ചിട്ട് മാത്രമേ അകത്തേക്ക് കയറാവൂ എന്നിങ്ങനെ ഒരു കൈ ചൂണ്ടി താക്കിയതുപോലെ പറഞ്ഞിട്ട് വണ്ടി എടുത്ത് വസുമതിയും ചിത്രയും കൂടി പോവുകയാണ്. ഇതേ സമയം സുസ്മിതയാണെങ്കിൽ ഒരു റോഡരികിൽ നിൽക്കുകയാണ്. പാലത്തിൻ്റെ മുകളിൽ താഴെ പുഴയാണ് കാണിക്കുന്നത്. സുസ്മിതയാണെങ്കിൽ അർജുനും രാഘവൻ നായരും കൂടി അടിച്ചിറക്കിയതും പിന്നീട് പത്മാവതി അമ്മയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് തല്ലുകൊണ്ടതും ഒക്കെ ഓർത്തങ്ങ് വിഷമിക്കുന്ന സുസ്മിത താഴേക്ക് ചാടാനൊക്കെ കാലൊക്കെ എടുത്തു വെക്കുന്നുണ്ട്. പക്ഷേ സുസ്മിതയാണെങ്കിൽ ചാടുന്നൊന്നുമില്ല. ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് താഴെ ബാലചന്ദ്രൻ കാറിൽ വരുന്നത്. എന്നിട്ട് ബാലചന്ദ്രൻ മുകളിലേക്ക് നോക്കുമ്പോൾ ഇത് നമ്മുടെ സുസ്മിതയല്ലേ എന്ന് പറഞ്ഞിട്ട് മുമ്പൊരിക്കൽ ബാലചന്ദ്രനെ ഫോൺ വിളിച്ച് ബാലേട്ടാന്നൊക്കെ നീട്ടി വിളിച്ച് സംസാരിച്ചതും അന്ന് രോഹിത്തിനെ തല്ലാനായിട്ട് ഏർപ്പാടാക്കിയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. ഈ കിളിയെ ഒന്ന് കൂട്ടിലാക്കി നോക്കാമെന്നും പറഞ്ഞ് കൂളിംഗ് ഗ്ലാസ്സൊക്കെ പോക്കറ്റിൽ നിന്ന് എടുത്ത് വച്ച് ബാലചന്ദ്രൻ സുസ്മിത അടുത്തേക്ക് വരികയാണ്. തിരിഞ്ഞു നിൽക്കുന്ന സുസ്മിതയെ സുസ്മിക്കുട്ടിന്ന് ഇങ്ങനെ വിളിക്കുകയാണ്. അന്നേരം ഇങ്ങനെ വെള്ള കതറും മുണ്ടും വേഷവും ഒക്കെ കണ്ട് കൂളിംഗ് ഗ്ലാസും കൈ ചെയിനും മാലയും 16 മോതിരവും ഒക്കെ കണ്ടിട്ട് സുസ്മിത ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ് അടിമുടി. അന്നേരം ഇവൾക്ക് എന്നെ മനസ്സിലായില്ലേ എന്ന് ചിന്തിച്ച് ബാലചന്ദ്രൻ നിൽക്കുമ്പോൾ ബാലചന്ദ്രൻ ഗ്ലാസ് അങ്ങ് ഊരിയിട്ട് പറയുന്നുണ്ട്, ഞാൻ ബാലചന്ദ്രനാണ്, പിന്നെ ഗോപാലകൃഷ്ണൻ്റെ അളിയെന്നും പറഞ്ഞ് ഗ്ലാസ് ഊരി കാണിക്കുകയാണ്. അന്നേരം അയ്യേ ഈ വായി നോക്കിയോ എന്നും പറഞ്ഞ് സുസ്മിത ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് എന്താ ബാലചന്ദ്രൻ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ബാലചന്ദ്രൻ മനസ്സിൽ കരുതുകയാണ്, അപ്പോൾ ബാലേട്ടൻ ഇല്ല, എന്നാലും ഒരു കൈ നോക്കാമെന്ന് പറഞ്ഞിട്ട് സുസ്മിതയോട് സംസാരിക്കുന്നുണ്ട്. അന്നേരം ബാലചന്ദ്രൻ എന്താ ഈ കോലത്തിലെന്ന് സുസ്മിത ചോദിക്കുകയാണ്. അന്നേരം കോലത്തിലോ, ഞാനാണെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് അങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചു, MLA യോ മന്ത്രിയോ ഒക്കെ ആകും എന്നങ്ങ് പറഞ്ഞ് വളവളാന്നങ്ങ് സംസാരിക്കുന്നുണ്ട്. പക്ഷെ സുസ്മിതയ്ക്ക് അത് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. എന്നാലും സുസ്മിത ചിന്തിക്കുന്നുണ്ട്, ഏത് സമയത്തിന് ആരാണ് പിടികള്ളി ആകുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന്. തുടർന്ന് സുസ്മിത പറയുകയാണ്, എന്നാൽ ബാലചന്ദ്രൻ പൊയ്ക്കോ, ഞാനിവിടെ കുറച്ച് നേരം സ്വസ്ഥമായിട്ട് നിന്നോട്ടെ എന്ന്. അന്നേരം അതെന്താ സുസ്മിത എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാൻ MLA മന്ത്രിയൊന്നും ആകാൻ പോകുന്നില്ല, പോകാനായിട്ട് ഒരിടമില്ല, പെരുവഴിയിലാണ് എന്നിങ്ങനെ സുസ്മിത സങ്കടഭാവമൊക്കെ അഭിനയിച്ച് പറയുകയാണ്. അന്നേരം സുസ്മിത എങ്ങനെ സുസ്മിക്കുട്ടി പെരുവഴിയിലാകാനോ, അതും ഈ ബാലചന്ദ്രനുള്ളപ്പോൾ എൻ്റെ സുസ്മിക്കുട്ടിക്ക് എന്താണ് വേണ്ടത്, കാറോ ബംഗ്ലാവോ പിന്നെ ലക്ഷങ്ങളോ കോടികളോ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ തരാമെന്നൊക്കെ പറയുകയാണ്. അന്നേരം അതൊക്കെ പറയാൻ എളുപ്പമാണ് ബാലചന്ദ്ര, നേടിയെടുക്കാനാണ് സംഘടിപ്പിക്കാനാണ് പാട് എന്നൊക്കെ പറയുമ്പോൾ അത് സുസ്മിതയ്ക്ക് എൻ്റെ ഒരു റേഞ്ച് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ കേട്ടാൽ സുസ്മിക്കുട്ടി ഞെട്ടും എന്ന് പറയുകയാണ്. തുടർന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ അളിയൻ ഗോപാലകൃഷ്ണൻ ഒരു കോടീശ്വരനാണെന്ന് സുസ്മിക്കുട്ടിക്ക് അറിയാമല്ലോ, ആ കോടികളെല്ലാം ഞാനിങ്ങ് സ്വന്തമാക്കി. ഇപ്പം പുതുപുത്തൻ കാറുണ്ട്, ഓഫീസുണ്ട്, ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്, ലക്ഷങ്ങൾ ആസ്തിയുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ അപ്പോൾ ഇവനാൾ കൊള്ളാം, ഇവനെ കൈവിടാതെ പിടിക്കാമെന്നിങ്ങനെ സുസ്മിത കരുതുകയാണ്. സുസ്മിക്കുട്ടിക്ക് എന്താ വേണ്ടത്, ഈ ബാലേട്ടൻ എന്തും ചെയ്യാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയല്ലേ, ബാലേട്ടൻ എല്ലാം ഉണ്ട്, ഒരു നാലാഞ്ചിറ മൈതാനം പോലെ വിശാലമായൊരു മനസ്സുമുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ അത് ബാലേട്ട എനിക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട് എന്നിങ്ങനെ സുസ്മിത പറയുകയാണ്. അന്നേരം ബാലേന്ദ്രൻ മനസ്സിൽ കരുതുകയാണ്, ഓ ബാലേട്ടൻ തിരികെ വന്നു എന്നും പറഞ്ഞങ്ങ് ബാലേന്ദ്രനാണെങ്കിൽ സുസ്മിതയുടെ ആ വിളിയിൽ അങ്ങ് മയങ്ങി നിൽക്കുകയാണ്. തുടർന്ന് ഇങ്ങനെ സുസ്മിതയെ നോക്കുമ്പോൾ സുസ്മിത ഇങ്ങനെ കാലി കൊണ്ട് കളമൊക്കെ വരയ്ക്കുന്നുണ്ട്. അന്നേരം ബാലചന്ദ്രൻ അങ്ങ് വീഴുകയാണ്. അയ്യോ നാണം, അയ്യോ ബാലേന്ദ്ര നിനക്ക് ലോട്ടറി അടിച്ചു എന്നൊക്കെ മനസ്സിൽ കരുതുകയാണ്. പക്ഷെ സുസ്മിത അതൊക്കെ കരുതി കൂട്ടി ചെയ്യുന്നതാണ്. അന്നേരം എനിക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട്, അതൊക്കെ ഞാൻ ആരോടാ പറയുമെന്ന് ചോദിക്കുന്നുണ്ട് സുസ്മിത. അതൊക്കെ ഈ ബാലേട്ടൻ്റെ മുമ്പിൽ തുറക്കാമല്ലോ എന്ന് പറയുന്നുണ്ട്. അന്നേരം നമുക്ക് എവിടെയാ ഒന്ന് ഇരുന്ന് സംസാരിക്കാനെന്ന് സുസ്മിത ചോദിക്കുകയാണ്. അന്നേരം ബീച്ച്, പാർക്ക് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്ഥലങ്ങൾ പറയുന്നുണ്ട്. അന്നേരം അവിടെ ഒന്നും പോകാനുള്ള ഒരു മാനസിക അവസ്ഥയിലല്ല എന്ന് പറയുമ്പോൾ എന്ന് പറയുകയാണ്. എങ്കിൽ നമുക്കൊരു ഹോട്ടലിൽ മുറി എടുക്കാമെന്നിങ്ങനെ പെട്ടെന്ന് ചാടിക്കയറി
ബാലേന്ദ്രൻ പറയുകയാണ്. എന്നിട്ട് സുസ്മിത ഇങ്ങനെ നോക്കുകയാണ്. അയ്യോ വേണ്ടല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് ബാലേന്ദ്രൻ മനസ്സിൽ കരുതുകയാണ്. ബാലചന്ദ്ര ആവേശം വേണ്ട, പതുക്കെ മതി എന്നിങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്. അതേസമയം സുസ്മിതയും ചിന്തിക്കുകയാണ്, ബാലേന്ദ്ര നിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം, അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന്. അന്നേരം വേണ്ടല്ലേ, എങ്കിൽ നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് ബാലേന്ദ്രൻ ആദ്യം പറയുന്നുണ്ട്. അന്നേരം അത് വേണ്ട, നമുക്ക് ഓഫീസിലേക്ക് പോകാമെന്ന് സുസ്മിത പറയുകയാണ്. ഓഫീസ് എങ്കിൽ ഓഫീസ്, വാ സുസ്മിതയെ പോകാമെന്നും പറഞ്ഞിങ്ങനെ സുസ്മിതയുടെ കയ്യിലങ്ങ് പിടിക്കുകയാണ്, വാ എന്നും പറഞ്ഞ്. അന്നേരം സുസ്മിത അങ്ങ് നിൽക്കുന്നുണ്ട്. തുടർന്ന് സുസ്മിത ഇങ്ങനെ ഒരു നോട്ടം നോക്കുമ്പോൾ ബാലേന്ദ്രൻ അങ്ങ് ചമ്മുകയാണ്. തുടർന്ന് സുസ്മിത തന്നെ ബാലേന്ദ്രൻ്റെ കയ്യങ്ങ് വിടിയിക്കുന്നുണ്ട്. നമുക്ക് ഓഫീസിലേക്ക് പോകാമെന്ന് സമ്മതിക്കുകയാണ്. തുടർന്ന് ബാലചന്ദ്രനോടൊപ്പം കാറിൽ സുസ്മിത പോവുകയാണ്. ഫ്രണ്ട് സീറ്റിൽ തന്നെയാണ് സുസ്മിത ഇരിക്കുന്നത്. അന്നേരം ബാലചന്ദ്രനാണെങ്കിലും ആകെ അങ്ങ് സന്തോഷത്തിൽ ത്രില്ലിലാണ്. തുടർന്ന് സുസ്മിത ഇങ്ങനെ നോട്ടമൊക്കെ ബാലചന്ദ്രനെ നോക്കുമ്പോൾ സുസ്മിത കുട്ടിക്ക് പാട്ട് ഇഷ്ടമല്ലേ എന്നങ്ങ് പറയുമ്പോൾ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. തുടർന്ന് പാട്ടൊക്കെ ഇടുകയാണ്. അന്നേരം ബാലചന്ദ്രൻ അങ്ങ് രസിച്ചിരിക്കുകയാണ്. തുടർന്ന് പക്ഷേ ബാലചന്ദ്രൻ ഇതെല്ലാം ആക്ടിങ് തന്നെയാണ്. ബാലചന്ദ്രൻ മനസ്സിൽ കരുതുകയാണ്, അപ്പോൾ എൻ്റെ കാശ് കണ്ട് ഇവളെ വീണു, ഇവളെ ശരിയാക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ്. അന്നേരം എന്നെ കണ്ട് ഈ ഊള വീണു എന്ന് സുസ്മിതയെ മനസ്സിലങ്ങ് കരുതുകയാണ്. തുടർന്ന് അവർ ഓഫീസിലേക്കാണ് പോകുന്നത്. ഓഫീസിൽ ചെല്ലുമ്പോൾ ഈ സുസ്മിക്കുട്ടി എവിടെയാവുന്ന ഇരുത്തുക എന്ന് നോക്കിയിട്ട് ബാലചന്ദ്രൻ തൻ്റെ ചെയർ ചൂണ്ടി കാണിക്കുന്നുണ്ട്. സുസ്മിക്കുട്ടി അങ്ങോട്ടിരിക്കാമെന്ന് പറയുകയാണ്. അന്നേരം സുസ്മിത അങ്ങോട്ടത്തേക്കൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അത് ഇന്നത്തെ എപ്പിസോഡിലില്ല, പ്രൊമോയിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് നാളെ തുടക്ക ഭാഗത്തിലായിരിക്കും. ഇനിയിപ്പോൾ ബാലചന്ദ്രനെ കൂട്ടുപിടിച്ചിട്ട് സുസ്മിത എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടാൻ പോകുന്നത് എന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡിൽ, ഭാമയ്ക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതൊക്കെയും അടുത്തത്. ഓക്കെ, താങ്ക് യു.